ജീവിച്ചിരിക്കുമ്പോൾ ചിലരൊക്കെ കോടിക്കണക്കിന് സ്വത്തിൻ്റെ ഉടമകളായിരിക്കും. പക്ഷേ മരണശേഷം ഓർമ്മിക്കപ്പെടാവുന്ന ഒരു സുഹൃതവും അവർ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുണ്ടാവില്ല. മറ്റു ചിലരാവട്ടെ അവർ ജീവിക്കുന്ന കാലത്ത് വലിയ സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. പക്ഷേ മരണശേഷം ഓർമ്മിക്കപ്പെടാവുന്ന ചില സുഹൃതങ്ങൾ അവർ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥ വായിച്ചിട്ടില്ലേ? അതും ഒരു സുഹൃതത്തിൻ്റെ കഥയാണ്. ആരും കാണണമെന്നോ അറിയണമെന്നോ ആഗ്രഹിക്കാതെ ഒരാൾ ചെയ്ത ഒരു സുഹൃതത്തിൻ്റെ കഥ. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു യുവാവ് ഒരു ഇടവഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. വേനൽക്കാലമായിരുന്നതിനാൽ നല്ല ചൂടുണ്ടായിരുന്നു. അയാൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വൃദ്ധൻ ഒരു മരച്ചുവട്ടിൽ അവശനായി തളർന്നു കിടക്കുന്നത് കണ്ടു. കണ്ടിട്ട് മരിക്കാറായ ലക്ഷണമുണ്ട്. യുവാവ് അടുത്തെത്തിയപ്പോൾ വൃദ്ധൻ അയാളോട് കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടു. യുവാവ് ഉടനെ തന്നെ അടുത്തുള്ള വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. വരാന്തയിൽ ഇരിക്കുകയായിരുന്ന യുവതി അകത്തുപോയി ഒരു പാത്രത്തിൽ വെള്ളമെടുത്തു കൊണ്ടുവന്ന് അയാൾക്ക് കൊടുത്തു. വെള്ളവുമായി അയാൾ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ യുവതി ചോദിച്ചു, എങ്ങോട്ടാണ്? ഇടവഴിയിൽ ഒരാൾ തളർന്നു കിടക്കുന്നുണ്ടെന്നും വെള്ളം അയാൾക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞ് യുവാവ് ധൃതിയിൽ നടന്നുപോയി. അപ്പോൾ യുവതിയും അയാളുടെ പിന്നാലെ ചെന്നു. അടുത്തെത്തിയപ്പോൾ വൃദ്ധൻ മരിക്കാറായ പോലെ അവർക്ക് തോന്നി. അവർ വേഗം വെള്ളം അയാൾക്കു നേരെ നീട്ടി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ പതുക്കെ എഴുന്നേറ്റിരുന്നു. പിന്നെ എഴുന്നേറ്റ് വഴിവക്കത്ത് വാടിത്തളർന്നു നിൽക്കുകയായിരുന്ന ഒരു തൈമാവിൻ്റെ അടുത്തു ചെന്ന് നിന്നു. എന്നിട്ട് ബിസ്മി ചൊല്ലി പാത്രത്തിലെ പകുതി വെള്ളം ആ മാവിൻ ചെടിയുടെ മുരട്ട് ഒഴിച്ചു കൊടുത്തുകൊണ്ട് വൃദ്ധൻ പറഞ്ഞു, ഏതോ വഴിപോക്കൻ മാങ്ങ തിന്ന് അതിൻ്റെ അണ്ടി വഴിയിൽ വലിച്ചെറിഞ്ഞതായിരിക്കും. അത് കിളിർത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ വൃദ്ധൻ മരത്തണലിൽ വന്നിരുന്ന് പാത്രത്തിൽ ബാക്കിയുള്ള പകുതി വെള്ളം ബിസ്മി ചൊല്ലി കുടിച്ചു. എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് ദൈവത്തിന് സ്തുതി ചൊല്ലിയ ശേഷം ചോദിച്ചു, നിങ്ങൾ രണ്ടാളുടെയും പേരെന്താണ്? എൻ്റെ പേര് റഷീദ്, സ്കൂൾ അധ്യാപകനാണ്. യുവാവ് പറഞ്ഞു. എൻ്റെ പേര് അസ്മ, സ്കൂൾ അധ്യാപികയാണ്. യുവതി പറഞ്ഞു. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നൊരു വിട്ടുകൊണ്ട് വൃദ്ധൻ അവരോടായി പറഞ്ഞു, എൻ്റെ പേര് യൂസുഫ് സിദ്ദീഖ്. എനിക്ക് ബന്ധുക്കളായി ആരുമില്ല. ഒരു ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ്. അതും പറഞ്ഞ് വൃദ്ധൻ മരച്ചുവട്ടിൽ കിടന്നു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ യൂസുഫ് സിദ്ദീഖ് എന്ന ആ ഫക്കീർ മരണപ്പെടുകയും ചെയ്തു. റഷീദ് വേഗം തൻ്റെ സഹോദരൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. അവർ രണ്ടുപേരും ചേർന്ന് വൃദ്ധൻ്റെ മൃതദേഹം കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി ഖബറടക്കുകയും ചെയ്തു. അതിനുശേഷം അസ്മ എന്നും ആ മാവിനത്തേക്ക് നനച്ചു കൊടുക്കുന്നത് പതിവാക്കി. പിന്നീട് റഷീദ് കല്യാണം കഴിച്ചത് അസ്മ എന്ന ആ യുവതിയെയായിരുന്നു. അവർ സ്വന്തമായി വീടുണ്ടാക്കിയപ്പോൾ ഇടവഴിയിലെ ആ മാവിൻ തൈ അസ്മയും റഷീദും ചേർന്ന് പറിച്ചെടുത്ത് അവരുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി നട്ടു. ചുറ്റും തടം കെട്ടി വളമിട്ട് നനച്ചു കൊടുത്തു. മാവ് വളർന്ന് നിറയെ മാങ്ങയുണ്ടാകാൻ തുടങ്ങി. ബഷീർ ഒരു ദിവസം റഷീദിൻ്റെയും അസ്മയുടെയും വീട്ടിൽ ചെന്നപ്പോൾ അവർ ആ മാവിലെ മാമ്പഴം പറിച്ച് ചെത്തിപ്പൂളി ഒരു പാത്രത്തിലാക്കി ബഷീറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. തേൻ പോലെ മധുരമുള്ള മാമ്പഴം. അവർ അത് തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബഷീറിനോട് റഷീദ് ആ തേന്മാവിൻ്റെയും ഫക്കീറായ ആ വൃദ്ധൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുന്നത്. പോകാൻ നേരത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ബഷീറിന് കൊടുക്കാൻ അസ്മ കുറച്ച് മാമ്പഴം പൊതിഞ്ഞ് അവളുടെ മകൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ബഷീർ സന്തോഷത്തോടെ അത് വാങ്ങുമ്പോൾ മകനോട് ചോദിച്ചു, മോൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, യൂസുഫ് സിദ്ദീഖ്. ബഷീർ അത്ഭുതത്തോടെ ചോദിച്ചു, യൂസുഫ് സിദ്ദീഖ്? അതെ, യൂസുഫ് സിദ്ദീഖ്. ഇങ്ങനെയാണ് ബഷീറിൻ്റെ തേന്മാവ് എന്ന കഥ അവസാനിക്കുന്നത്. പണമായാലും സമയമായാലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അതൊക്കെ നല്ലതിനു വേണ്ടി ചെലവഴിക്കാൻ സന്മനസ്സുള്ളവർക്ക് മാത്രമേ സഫലമേ യാത്ര എന്ന നിർവൃതിയോടെ ഈ ലോകത്തോട് വിട പറയാൻ കഴിയുകയുള്ളൂ.